ഹലോ, ട്രിപ്പ് ആൻഡ് ട്രക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് മേക്കരൈ ഗ്രാമത്തിലേക്കാണ്. തമിഴ്നാട്ടിലെ തെങ്കാശി ജില്ലയിലെ പശ്ചിമഘട്ട മലനിരകളുടെ താഴ്വരയിൽ ശാന്തമായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു കൊച്ചു സുന്ദര ഗ്രാമം. പതിവ് പോലെ തന്നെ നമ്മുടെ യാത്ര തുടങ്ങിയത് അടൂരിൽ നിന്നാണ്. അടൂരിൽ നിന്ന് പുനലൂര്, തെന്മല, പാലരുവി, ആര്യൻകാവ് വഴി നേരെ തമിഴ്നാട്ടിലെത്തി ചെങ്കോട്ടയിൽ നിന്ന് തിരിഞ്ഞ് നേരെ മേക്കരയിലേക്ക്. ഏതാണ്ട് ഒരു 90 കിലോമീറ്റർ ദൂരമുണ്ട് അടൂരിൽ നിന്നും മേക്കരൈ വരെ. അങ്ങനെ പുനലൂർ ടൗണിന്റെ തിരക്കുകളിൽ നിന്നെല്ലാം മൂടിയെത്തി നമ്മുടെ വണ്ടി ഇപ്പം പശ്ചിമഘട്ട മലനിരകളുടെ ഒരു ഓരത്തുകൂടി മുന്നോട്ട് കുതിക്കുകയാണ്. താഴെ കല്ലടയാറിന്റെ കളകളാരവം കേൾക്കാം. കാടിന്റെ ഹൃദയത്തിൽ നിന്നും വരുന്ന കാറ്റിനുണ്ടല്ലോ ഒരു ചെറിയ കുളിരൊക്കെ ഉണ്ട് കേട്ടോ. വഴിയരികിലെ മരങ്ങളൊക്കെ ഇരു കൈകളും നീട്ടി സ്വാഗതം ചെയ്യുന്നത് പോലെ. മലമുകളിലേക്ക് കയറും തോറും ലോകം കൂടുതൽ നിശബ്ദമാകുന്നത് പോലെ. കുന്നിൻ ചെരുവുകളിലൊക്കെ ഏകാന്തമായ വാസസ്ഥലങ്ങളൊക്കെ കാണാൻ സാധിക്കും. അങ്ങ് അകലെ മങ്ങി നിൽക്കുന്ന മലനിരകളും റോഡിനിരുവശവുമുള്ള വനങ്ങളും കാടിന്റെ നിഗൂഢത പേറുന്ന നിശബ്ദതയും ചീവീടുകളുടെ ഒച്ചയുമൊക്കെ ഈ വഴിയുള്ള യാത്രയിലെ കാഴ്ചകളും അനുഭവങ്ങളുമാണ്. അങ്ങനെ നമ്മളിപ്പോ ചരിത്രമുറങ്ങുന്ന 13 കണ്ണറ പാലത്തിന്റെ ചുവട്ടിലെത്തി. റോഡ് പണിയോ മറ്റോ നടക്കുന്നതിനാൽ ഇവിടെ ഒരു 3/4 മണിക്കൂറോളം പോസ്റ്റ് ആയിപ്പോയി. പണ്ട് ബ്രിട്ടീഷുകാർ പണിതതാണ് ഈ റെയിൽവേ പാലം. തിരുവിതാംകൂറിന്റെ ഉൾപ്രദേശങ്ങളിൽ നിന്നുള്ള സുഗന്ധവ്യഞ്ജനങ്ങളും തേയിലയും മറ്റു വിഭവങ്ങളും ഒക്കെ തുറമുഖങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി നിർമ്മിച്ചതാണ് ഈ പാത. സുർക്കി മിശ്രിതമായിരുന്നല്ലോ അന്നത്തെ താരം. അത് ഉപയോഗിച്ചാണ് ഈ കൂറ്റൻ കൽക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത്. 13 കണ്ണറ പാലം. ഈ പേര് സൂചിപ്പിക്കും പോലെ തന്നെ 13 കമാനങ്ങളാണ് ഈ പാലത്തിന്റെ പ്രധാന ആകർഷണം. ഈ പാതയിലൂടെ ഇപ്പോഴും ട്രെയിനുകളൊക്കെ പോകുന്നുണ്ട് കേട്ടോ. മീറ്റർ ഗേജ് പാത പിന്നീട് ബ്രോഡ് ഗേജ് ആക്കി ഇപ്പോഴുള്ള ട്രെയിനുകൾക്കൊക്കെ സഞ്ചാരയോഗ്യമാക്കി മാറ്റിയെടുത്തിട്ടുണ്ട്. റെയിൽവേയുടെ ഭാഗം എന്നതിലുപരി 13 കണ്ണറ പാലം ഇന്ന് ഒരു പ്രധാന വിനോദസഞ്ചാര ആകർഷണം കൂടിയാണ്. ചരിത്രപരമായ പ്രാധാന്യവും പ്രകൃതി രമണീയമായ പശ്ചാത്തലവും ഒക്കെ ആളുകളെ ഇവിടേക്ക് ആകർഷിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. അങ്ങനെ നീണ്ട ബ്ലോക്കിന്റെ ക്യൂവിൽ കിടന്നതിനു ശേഷം വണ്ടി മെല്ലെ നീങ്ങി തുടങ്ങി. എതിർദിശയില് വലിയ വാഹന നിര തങ്ങളുടെ ഊഴം കാത്തു കിടക്കുന്നത് കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ പാലരുവിയും കടന്ന് നേരെ ആര്യൻകാവ് ലക്ഷ്യമാക്കി പോവുകയാണ്. പാലരുവിയിൽ KTDCയുടെ ഒരു റെസ്റ്റോറന്റ് ഉണ്ട്. ഫുഡ് വേണമെങ്കിൽ അവിടെ കയറി കഴിക്കാവുന്നതാണ്. അതുമല്ലെങ്കിൽ പോകുന്ന വഴികളിലൊക്കെ ചെറിയ കടകളൊക്കെ ഉണ്ട്. കേരളത്തിൽ നിന്ന് തന്നെ ഫുഡ് കഴിക്കണം എന്നുള്ളവര് ഇവിടെ നിന്നൊക്കെ കഴിച്ചേച്ച് പോവുക, അല്ലെങ്കിൽ തമിഴ്നാട് ചെന്ന് കഴിക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യുക. അങ്ങനെ വീണ്ടും കുന്നിൻ ചെരുവിലൂടെ മല കയറി വളവുകളും കയറ്റങ്ങളും ഒക്കെ താണ്ടി തമിഴ്നാടിന്റെ അതിർത്തിയിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. പാലരുവി മുതൽ എസ് വളവ് വരെയുള്ള യാത്ര അതിമനോഹരവും കുറച്ച് സാഹസികതയൊക്കെ നിറഞ്ഞതാണ്. പാലരുവിയിൽ നിന്ന് ശാന്തമായ വനപാതയിലൂടെ ഇടതൂർന്ന മരങ്ങൾക്കിടയിലൂടെ കാടിന്റെ ശ്വാസമറിഞ്ഞ് മണ്ണിന്റെ മണമറിഞ്ഞുള്ള ഒരു യാത്ര. ആദ്യ വളവ് തിരിയുമ്പോൾ തന്നെ വഴി ഒരു നർത്തകിയെ പോലെ രൂപം മാറുന്നത് പോലെ. ഓരോ വളവും താണ്ടുമ്പോൾ വളഞ്ഞു പുളഞ്ഞിഴയുന്ന സർപ്പത്തിന്റെ സുന്ദരമായ ചലനം പോലെ ആ ഒരു താളത്തിൽ വാഹനം മുന്നോട്ട് പോകുന്നു. താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ താണ്ടിയ വഴികളൊക്കെ ഒരു നൂല് പോലെ ചുരുണ്ട് കിടക്കുന്നത് കാണാം. മുകളിൽ ആകാശവും താഴെ ഭൂമിയും ഒരേ നേർരേഖയിൽ വന്നു ചേരുന്ന വിസ്മയ കാഴ്ചയൊക്കെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഒരു വശത്ത് പച്ച വിരിച്ച കേരളത്തിന്റെ മനോഹാരിതയും മറുവശത്ത് തമിഴകത്തിന്റെ സ്വർണ്ണവർണ്ണമാർന്ന സമതലങ്ങളും. ഓരോ ചുരം തിരിയുമ്പോഴും കാഴ്ചകൾ മാറുന്നു. മരങ്ങൾ മാറി പാറക്കെട്ടുകളൊക്കെ തലയുയർത്തി നിൽക്കുന്നു. അങ്ങനെ എസ് വളവെത്തി. ഓരോ വലിയ വാഹനത്തിനും വളഞ്ഞൊടിഞ്ഞ് കയറി പോകാനുള്ള സ്ഥലം കൊടുത്തു വേണം ഇവിടെ യാത്ര ചെയ്യാൻ. ഇവിടെ മാത്രമല്ല, മിക്ക ചുരങ്ങളിലും ഇങ്ങനൊക്കെ തന്നെയാണ്. റോഡിൽ കാണിക്കുന്നത് പോലെ മുന്നിൽ കുത്തിക്കയറ്റി വെക്കുന്ന പരിപാടി ഇവിടെ കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പണി പാളും. അതുകൊണ്ട് നമ്മുടെ ടേൺ വരുന്നത് വരെ ക്ഷമയോടെ കാത്തിരിക്കുക. അങ്ങനെ ഒരു ടാങ്കറും പിന്നെ നമ്മുടെ സ്വന്തം ആനവണ്ടിയും അതിന് പിറകിലായിട്ട് ഒരു ലോറിയും ഒക്കെ പോയതിനു ശേഷം നമ്മളും പതുക്കെ മുന്നോട്ട്. ഇങ്ങനെ വളവുകൾ ഒടുങ്ങി മലയിറക്കം പൂർത്തിയാക്കി നേരെ തമിഴ്നാടിന്റെ സമതല പ്രദേശങ്ങളിലേക്ക്. മലഞ്ചെരുവുകൾക്ക് വിട നൽകി വണ്ടി നേർരേഖയിലേക്ക് പ്രവേശിച്ചു. പശ്ചിമഘട്ട മലനിരകള് ഒരു പച്ച മതിൽ പോലെ ഉയർന്നു നിൽക്കുന്നത് പുറകിൽ കാണാൻ പറ്റും. യാത്രയുടെ ഈ ആദ്യ പകുതിയിൽ പ്രകൃതിയുടെ വേഷപ്പകർച്ച നടക്കുന്ന സ്ഥലമാണ് ഇവിടം.
അങ്ങനെ കുറച്ചു ദൂരം മുന്നിലേക്ക് മാറി പുലിയറൈ എന്ന സ്ഥലത്ത് വണ്ടി സൈഡ് ഒതുക്കി. കുട്ടനാടിനെയും പാലക്കാടിനെയും ഒക്കെ ഓർമ്മിപ്പിക്കുന്ന സുന്ദരമായ നെൽപ്പാടങ്ങൾ, അതിന് അകമ്പടിയായിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ മലനിരകൾ. നമ്മുടെ കൊല്ലംകോട്ടെ ഭൂപ്രകൃതിക്ക് സമാനമായ ഒരു പ്രകൃതി ഭംഗി. കേരളത്തിന്റെ ആ ഒരു കടും ഹരിതം ഒരു ഇളം പച്ചയിലേക്ക് മാറിയതുപോലെ. അതിശക്തമായ വെയിലിന്റെ ചൂടിനെ ബാലൻസ് ചെയ്യാൻ അതിശക്തമായ കാറ്റും വീശിയടിക്കുന്നുണ്ട്. തെങ്ങിൻ തോപ്പുകളും നെൽപ്പാടങ്ങളും മലനിരകളും മേഘങ്ങളും കാറ്റും വെയിലും എല്ലാം കൂടി ആകെ മൊത്തം ഒരു പൊളി വൈബാണ് ഇവിടെ. ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയൊരു പ്ലേസ് ആണ് കേട്ടോ ഇത്. അങ്ങനെ വീശിയടിക്കുന്ന കാറ്റ് വന്ന് നെൽക്കതിരിൽ തഴുകുമ്പോൾ പച്ചത്തലപ്പുകൾ ഒരേ താളത്തിൽ ഇങ്ങനെ തലയാട്ടി നിൽക്കുന്നത് കാണാൻ തന്നെ ഉണ്ടല്ലോ ഒരു പ്രത്യേക ഭംഗിയാണ്. തൂണുകൾ പോലെ നിൽക്കുന്ന തെങ്ങുകളും അതിനപ്പുറത്ത് നിശബ്ദരായ കാവൽക്കാരെ പോലെ നിൽക്കുന്ന മലനിരകളുമൊക്കെ ഈ വിശാലമായ സമതലങ്ങൾക്ക് ഒരു അനന്തമായ പശ്ചാത്തലം ഒരുക്കുന്നു. കണ്ണുകൾക്ക് വിരുന്നും മനസ്സിന് ശാന്തതയും ഒക്കെ നൽകുന്ന ഈ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ ഇനി ലക്ഷ്യസ്ഥാനത്തേക്ക് പോവുകയാണ്, മേക്കരൈ ഗ്രാമത്തിലേക്ക്. ഇവിടുന്ന് ഇനി ഒരു 20 കിലോമീറ്റർ ദൂരം കൂടെ ഉള്ളൂ മേക്കരയിലേക്ക്. അങ്ങനെ നമ്മൾ ചെങ്കോട്ടയിൽ നിന്ന് തിരിഞ്ഞ് നേരെ മേക്കരൈ ഗ്രാമത്തിലേക്ക് പോവുകയാണ്. ചെങ്കോട്ടയുടെ നഗരത്തിരക്കുകളിൽ നിന്നും മെല്ലെ വിടവാങ്ങുമ്പോൾ കാർ പ്രവേശിക്കുന്നത് തമിഴ് ഗ്രാമീണതയുടെ ശാന്തമായ ഭൂമിയിലേക്കാണ്. ഈ വഴിയോര കാഴ്ചകൾ നഗരത്തിന്റെ ബഹളങ്ങളിൽ നിന്ന് മണ്ണിന്റെ മണമുള്ള ജീവിതത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകും. ഇങ്ങോട്ടുള്ള ഈ വഴിയിൽ തെങ്ങിൻ തോപ്പുകളും നെൽപ്പാടവുമാണ് പ്രധാന താരങ്ങൾ. വഴിനീളെയുള്ള വീടുകൾക്ക് ഒരു പ്രത്യേക ഭംഗിയുണ്ട്. പല വർണ്ണങ്ങൾ പൂശിയ ഭിത്തികളും മുറ്റത്ത് ഉണങ്ങാനിട്ടിരിക്കുന്ന ധാന്യങ്ങളും പശുക്കളെ കെട്ടിയിട്ടിരിക്കുന്ന തൊഴുത്തുകളുമൊക്കെ ഇവിടുത്തെ ഗ്രാമീണരുടെ ജീവിതത്തെയും ജീവിത മാർഗങ്ങളെയും ഒക്കെ കാണിച്ചു തരുന്നു. വഴിയരികില് കുട നിവർത്തിയതുപോലെ കൂറ്റൻ മരങ്ങൾ, മാന്തോപ്പുകളും അതിനിടയിലൂടെ ഓടിക്കളിക്കുന്ന മയിൽക്കൂട്ടങ്ങളുമൊക്കെ ഇവിടുത്തെ സ്ഥിരം കാഴ്ചകളാണ്. ചിലയിടങ്ങളില് ക്ഷേത്രങ്ങളുടെ ഗോപുരങ്ങളും ചെറിയ ചെറിയ കോവിലുകളും ഒക്കെ കാണാം. അവിടെ നിന്ന് കേൾക്കുന്ന നാദസ്വരങ്ങളുടെ ശബ്ദം യാത്രയ്ക്കൊരു പശ്ചാത്തല സംഗീതം നൽകുന്നു. അങ്ങനെ യാത്രയുടെ അവസാനം മേക്കരയിലേക്ക് അടുക്കുമ്പോൾ ചുറ്റുമുള്ള കുന്നുകൾ വീണ്ടും കൂടുതൽ അടുത്തേക്ക് വരുന്നതായി തോന്നും. അങ്ങനെ നമ്മളിപ്പോ മേക്കരൈ ഗ്രാമത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അങ്ങ് പശ്ചിമഘട്ട മലനിരകളുടെ മടിത്തട്ടില് കാലം പോലും മയങ്ങുന്ന ഒരിടം. പ്രകൃതി തന്റെ ക്യാൻവാസിൽ പച്ച നിറം കൊണ്ട് കവിത എഴുതിയതുപോലെയുള്ള ഒരു ഗ്രാമം എന്ന് വേണേ പറയാം ഈ നാടിനെ. പച്ചയും സ്വർണവർണ്ണവും മാറി മാറി അണിയുന്ന നെൽവയലുകളാണ് ഈ മേക്കരയുടെ ജീവനാടി. പടിഞ്ഞാറ് നിന്ന് വീശിയടിക്കുന്ന തണുത്ത കാറ്റില് ഈ കതിരുകൾ ഒരു താളത്തിലോളം തല്ലുന്നു. ഓരോ നെൽക്കതിരും പ്രകൃതിയുടെ കയ്യൊപ്പ് പതിഞ്ഞ ഒരു കവിത പോലെ. തെങ്ങുകളും കായ്കനികൾ നിറഞ്ഞ തോട്ടങ്ങളും ഒക്കെ ചേർന്നുണ്ടല്ലോ ഈ ഒരു ഗ്രാമഭൂമിയെ അതിമനോഹരമാകുന്നു. അങ്ങ് ദൂരേക്ക് നോക്കുമ്പോൾ മലമുകളിൽ നിന്ന് ആകാശം ഭൂമിയെ ചുംബിക്കാൻ ഇറങ്ങി വരുന്നത് പോലെ തോന്നും. കുന്നിൻ മുകളിൽ നിന്ന് കാർമേഘങ്ങൾ ഈ ഗ്രാമത്തിന്റെ നെറുകയിൽ തഴുകി തലോടുന്നത് പോലെ. അങ്ങനെ ഇവിടെ വന്ന് കുറച്ചു നേരം ഇങ്ങനെ നിന്നു കഴിഞ്ഞാൽ നമുക്ക് വരാത്ത കാവ്യയും ഭാവനയും വരെ ഓട്ടോ വിളിച്ച് ഇങ്ങെത്തി നമ്മളെ ഒരു മഹാകവിയാക്കി മാറ്റും എന്നുള്ളതാണ് വാസ്തവം. പ്രീ വെഡിങ് ഷൂട്ടിനും പോസ്റ്റ് വെഡിങ് ഷൂട്ടിനും ഒക്കെ പറ്റിയൊരു പ്ലേസ് ആണിത് കേട്ടോ. അപ്പൊ നമുക്കിനി ഈ പാടവരമ്പത്ത് കൂടി ഒന്ന് അതിന്റെ നടുവിലേക്ക് നടന്നേച്ച് വരാം. നല്ല കാറ്റ് വീശുന്നുണ്ട്. കാല് ഒന്ന് തെറ്റിയാല് ചേറിനകത്ത് കിടന്നുരുളാം. ഇതിനകത്ത് വന്ന് ഇറങ്ങുന്നവരൊക്കെ ഉണ്ടല്ലോ മറിഞ്ഞു വീഴാതെ ഒന്ന് നോക്കിക്കോണം കേട്ടോ. എന്ത് ഭംഗിയാണ് ഇവിടെ നിന്നറിയാമോ? നിങ്ങൾ തെങ്കാശിക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ മേക്കരൈ ഒരിക്കലും മിസ് ചെയ്യരുത് കേട്ടോ. ഇവിടുത്തെ ആംബിയൻസ് എന്ന് പറയുന്നത് പൊളിയാണ്. വൈകുന്നേരങ്ങളിലൊക്കെ വന്നിരുന്നാൽ നല്ല തണുത്ത കാറ്റും കൊണ്ട് ഇങ്ങനെ ഈ കാഴ്ചകളൊക്കെ കണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കാം. പിന്നെ ഇങ്ങോട്ടേക്ക് വരുന്ന വഴിക്ക് ഹോട്ടലുകളൊന്നും കണ്ടില്ല. വല്ലതുമൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ ചെങ്കോട്ടയിലോ അല്ലെങ്കിൽ തെങ്കാശിയിലോ പോയിട്ട് കഴിക്കണം. അപ്പൊ എന്റെ പിറകിലായിട്ട് അവിടെ ഒരു ഡാം ഉണ്ട്, അടവിനയനാർ ഡാം. നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ആ ഡാമിന്റെ അടുത്തേക്ക് പോയിട്ട് അവിടുത്തെ കാഴ്ചകളും നമുക്ക് ഒന്ന് കണ്ടേക്കാം. അപ്പൊ നമ്മൾ നിൽക്കുന്ന ഈ ഒരു സ്ഥലം നിങ്ങൾ ചില സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടാകും.
ആ റോഡിലും ഈ പാടങ്ങളിലും ഒക്കെ വെച്ചിട്ട് ഒരുപാട് പാട്ടുകളൊക്കെ ചിത്രീകരിച്ചിട്ടുണ്ട്. അതിൽ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് നമ്മുടെ സൂര്യ അസിൻ ചിത്രം വേലിലെ ഒരു പാട്ടാണ്. കോപക്കാരെ കിളിയെ എന്നെ കുത്തി വിട്ടു പോകാതെ. ആ ഒരു പാട്ട് ഈ ഏരിയയിലായിട്ടൊക്കെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. പിന്നെ അന്യനിലെ അണ്ടങ്കാക്ക കൊണ്ടക്കാരി, ആ പാട്ടിന്റെ ഏറ്റവും അവസാനത്തെ സീന് നമ്മൾ ആ വണ്ടി ഇട്ടിരിക്കുന്ന റോഡിൽ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ വേട്ട എന്ന ചിത്രത്തിലെ ഒരു തയ്യതക്കത്തക്ക എന്ന് തുടങ്ങുന്ന ഒരു പാട്ടുണ്ട്. അക്കാക്കയത്തമപ്പിളയേ എന്നൊക്കെ മറ്റോ ആണ് അതിന്റെ വരികള്. നമ്മുടെ സമീറ റെഡ്ഡിയും അമല പോളും കൂടിയിട്ടുള്ള ഒരു അക്കാ തങ്കച്ചി പാട്ട്. അത് നല്ലൊരു പാട്ടാണ് കേട്ടോ. അതിലും ഈ ഒരു സീനറി ഒക്കെ കാണാം. ഇവിടെ വെച്ചിട്ടാണ് അതും കുറേയൊക്കെ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അത് നല്ലൊരു പാട്ടാണ്, പലരുടെയും ഫേവറേറ്റ് ലിസ്റ്റിലുള്ള പാട്ടുകളാണ്. അപ്പോൾ ഈ പാട്ടുകളൊക്കെ നിങ്ങൾ ഇനി യൂട്യൂബിലൊന്ന് നോക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചേക്ക്, നമുക്ക് ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് പ്രകൃതി രമണീയയുടെ കാഴ്ചകൾ. നല്ല ശുദ്ധവായു ഒക്കെ കിട്ടണമെങ്കിൽ ഇങ്ങോട്ടേക്ക് പോന്നാൽ മതി. വേപ്പ് മരങ്ങൾ ഒരുപാട് നിൽപ്പുണ്ട് ഈ വരുന്ന വഴികളിലും പരിസരങ്ങളിലും ഒക്കെ. കാറ്റില് വേപ്പിന്റെ ആ ഒരു സുഗന്ധവും ഈ ഗ്രാമത്തിന്റെ ശുദ്ധിയും നൈർമല്യവും ഒക്കെ കൂടി ചേരുമ്പോൾ ഉണ്ടല്ലോ, ഇവിടുത്തെ കാഴ്ചകളൊക്കെ മനസ്സിൽ ശാന്തമായ ഒരു അനുഭൂതിയാണ് സമ്മാനിക്കുന്നത്. ഇനി നമുക്ക് ആ ഡാമിന്റെ അടുത്ത് വരെ ഒന്ന് പോയി അവിടുത്തെ കാഴ്ചകൾ കൂടി ഒന്ന് കണ്ടേച്ചു വരാം. ഈ ഗ്രാമത്തിന്റെ മനോഹാരിതയ്ക്ക് പൂർണ്ണത നൽകുന്ന ഒരു ശാന്തസുന്ദരമായ ജലാശയമാണ് ഈ അടവിനൈനാർ ഡാം. മലനിരകളുടെ താഴ്വരയില് പ്രകൃതിയുടെ ഒരു വലിയ കണ്ണാടി പോലെ അത് ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നു. ഡാമിന് അകത്തേക്ക് ആർക്കും പ്രവേശനമില്ല. ഈ ഡാമാണ് ഇവിടുത്തെ കൃഷികളുടെ ജലസ്രോതസ്. ഈ മലഞ്ചെരുവുകളിൽ നിന്നും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പാറയിടുക്കുകളിൽ നിന്നുമൊക്കെ വരുന്ന നീരുറവുകൾ ചേർന്ന് അരുവിയായിട്ട് ഒഴുകി ഒടുവില് ഈ അരുവികളെല്ലാം കൂടിച്ചേർന്ന് അവയെ തടഞ്ഞു നിർത്താന് മനുഷ്യൻ ഒരു കരുതലായി പണിതതാണ് ഈ അണക്കെട്ട്. അങ്ങനെ കാടിന്റെ കയ്യൊപ്പ് പതിഞ്ഞ ജലം ശാന്തമായ ഒരു തടാകമായിട്ട് ഇവിടെ രൂപമെടുത്തു. 1996 ഇതിന്റെ നിർമ്മാണം ആരംഭിച്ചത്. 2002 പൂർത്തിയായി. 51.5 മീറ്റർ ആണ് ഇതിന്റെ ഉയരം എന്ന് പറയുന്നത്. ഏതാണ്ട് 15.54 കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്നതാണ് ഇതിന്റെ വൃഷ്ടിപ്രദേശം. ഒരു ചെറിയ ഡാമാണ് കേട്ടോ. ഈ ഡാമിന് ഷട്ടറുകളൊന്നും കാണുന്നില്ല. എനിക്ക് തോന്നുന്നു വെള്ളം നിറയുമ്പോൾ അതിന് മുകളിലൂടെ ഓവർഫ്ലോ ആയി താഴേക്ക് ഒഴുകി വരാനാണ് ചാൻസ്. അതിന് താഴെയായിട്ട് കുറച്ച് വെള്ളം കെട്ടി നിൽപ്പുണ്ട്. ഇത് ഓവർഫ്ലോ ആകുന്ന സമയത്ത് വെള്ളം ഈ താഴ്വരയിലൂടെ ഒഴുകി ഈ കാണുന്ന റോഡിന് മുകളിലൂടെ ഒഴുകി താഴേക്ക് പോകും എന്നാണ് ഇവിടെയുള്ള ഒരു അണ്ണൻ പറഞ്ഞത്. ഈ അണക്കെട്ടിന്റെ സൈഡിലായിട്ട് ഒരു ചെറിയ പാർക്കൊക്കെ ഉണ്ട്. വേണേൽ കുട്ടികളുമായിട്ടൊക്കെ വരുന്നവർക്ക് അതിനകത്തൊക്കെ കയറി ഒന്ന് പിള്ളേരെ കളിപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഡാമിൽ നിന്ന് വെള്ളം ഓവർഫ്ലോ ആകുന്ന സമയത്ത് അത് കാണാൻ ഒരുപാട് ആളുകൾ എത്താറുണ്ട് എന്നാണ് ഇവിടുത്തെ ആളുകൾ പറയുന്നത്. നല്ല ഭംഗിയുള്ള ഒരു കാഴ്ചയാണ് അത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. നല്ല മഴയൊക്കെയുള്ള സമയത്താണെങ്കിൽ ഇവിടെ എത്തിയാൽ ചിലപ്പോൾ ആ ഒരു കാഴ്ച കാണാൻ സാധിക്കുമായിരിക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഡാമിന്റെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ. അങ്ങനെ ഇവിടുന്ന് ഇനി നമ്മൾ നേരെ തിരിച്ചു പോവുകയാണ്. ഇനി നമ്മൾ തെങ്കാശിയിലേക്കൊന്നും പോകുന്നില്ല. അവിടെ പോയാൽ കോയിൻ പൊറോട്ടയും കാട ഫ്രൈയും ഒക്കെ ഒന്ന് കഴിക്കാമായിരുന്നു. പക്ഷെ നേരത്തെ തിരിച്ചു ചെല്ലേണ്ടത് കൊണ്ട് തൽക്കാലം ഇവിടുന്ന് വിട പറയുകയാണ്. ഞങ്ങൾക്ക് പിന്നെ ഇങ്ങോട്ടേക്ക് വലിയ ദൂരമില്ലാത്തത് കൊണ്ട് എപ്പോൾ വേണമെങ്കിലും വരാവുന്നതേ ഉള്ളൂ. ഒരു 1 ഡേ ട്രിപ്പായിട്ട് രാവിലെ വന്നു കഴിഞ്ഞാൽ വൈകിട്ട് തിരിച്ചു പോകാം. ഇന്ന് ഞങ്ങൾ ഉച്ചയോടെയാണ് ഇവിടെ എത്തിയത്. ഉച്ചയോടെ വന്ന് ഈ ഒരു ഗ്രാമമൊക്കെ കണ്ട് വൈകിട്ട് ഇനിയിപ്പോൾ തിരിച്ചു പോവുകയാണ്. അങ്ങനെ നമ്മൾ ഈ മേക്കരൈ ഗ്രാമത്തോട് വിട പറയുകയാണ്. ഈ മണ്ണിൽ ചവിട്ടി നടന്ന ഓരോ നിമിഷവും ഹൃദയത്തിലും നനവുള്ള ഒരുപാട് ഓർമ്മകൾ ഈ ഗ്രാമം സമ്മാനിച്ചു. ഗ്രാമത്തിന്റെ ശാന്തമായ മൗനങ്ങൾക്കിടയിൽ എവിടെ നിന്നോ കേട്ട അമ്പല മണിനാഥത്തിന്റെ താളവും വിളഞ്ഞ നെല്ലിന്റെ മണവും പച്ചപ്പും കോടയിറങ്ങുന്ന മലനിരകളും അങ്ങനെ എത്രയെത്ര സുന്ദരമായ കാഴ്ചകൾ. മനസ്സിൽ മങ്ങാതെ എരിയുന്ന ഒരു നിലവിളക്ക് പോലെ ശാന്തവും സുന്ദരവും നിത്യഹരിതവുമായ ഗ്രാമകന്യകയെ തൽക്കാലത്തേക്ക് വിടാം. അടുത്തൊരു പുലരിയിൽ വീണ്ടും നിന്നിലേക്ക് ഇറങ്ങി വരാമെന്ന പ്രതീക്ഷയോടെ
യാത്രകളൊന്നും ഇവിടെ അവസാനിക്കുന്നില്ല. ഇവിടുന്ന് കിട്ടിയ ഈ ഒരു ഓർമ്മകളും ഊർജവുമായാണ് ഞാനിപ്പോൾ മടങ്ങുന്നത്. ഈ ഓർമ്മകൾ മതിയാവും എൻ്റെ മനസ്സിനെ പച്ചപ്പുള്ളതാക്കാൻ.